വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം കടക്കുന്നത് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടും. വൈകിട്ട് 4 മണിക്ക് തൃശൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് പാലക്കാട് നിന്നും ആജ്ഞ രവീന്ദ്രൻ തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. അനുമോദിലേക്ക് പോകാം ആദ്യം. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മോദി പാലക്കാട് എത്തുകയാണ്. മോദി എന്ത് പറയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കുമോ പാലക്കാട് BJPയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക്? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ മൂർധന്യത്തിലെത്തുമ്പോഴാണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം കേരളത്തിലേക്ക് ഉണ്ടാകുന്നത്. പാലക്കാടാണ് അദ്ദേഹം ആദ്യം എത്തുന്നത്. നമുക്കറിയാം, പാലക്കാട് BJPയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. പാലക്കാടും അതുപോലെ തന്നെ മലമ്പുഴയും ഷൊർണൂരും ഒക്കെ അവർക്ക് ഏറെ ശക്തിയുള്ള ഇടങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് പാലക്കാടേക്ക് എത്തുമ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് മുൻപ് സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ വന്നിറങ്ങിയപ്പോഴുണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിറങ്ങിയപ്പോഴുണ്ടായ ഫലം, അതുതന്നെയാണ് BJP ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ ഇതിന്റെ കോട്ട മൈതാനത്തേക്ക് അദ്ദേഹം പങ്കെടുക്കുന്ന പ്രസംഗം നടത്തുന്ന വേദിയിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. 2 മണിയോടെ അദ്ദേഹം പാലക്കാട് മേഴ്സി കോളേജിന്റെ മൈതാനത്ത് വന്നിറങ്ങും, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അതിനുശേഷം റോഡ് മാർഗം ഈ വേദിയിലേക്ക് എത്തും. ഒരുപക്ഷെ 2 കിലോമീറ്ററോളം ദൂരമുണ്ട് മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള ഈ ദൂരം. ആ ദൂരത്ത് അദ്ദേഹത്തെ കാണുവാൻ ആളുകൾക്ക് റോഡരികിൽ അവസരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും അദ്ദേഹം അഭിവാദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അദ്ദേഹം 2:30 വേദിയിലെത്തും. 1 മണിക്കൂറോളം സമയം അദ്ദേഹം പാലക്കാട് ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീ ശക്തി മുൻനിർത്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗമായിരിക്കും അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, പാലക്കാട് BJP ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും അതേ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കൗൺസിലർ വരെ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിന്റെയും അടുത്ത സുഹൃത്തായ പ്രശോഭ് ഓൽസൻ എന്ന കൗൺസിലർ വരെ ഈ ഒരു പീഡന കേസിൽപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി സ്ത്രീശക്തിയും സ്ത്രീ സുരക്ഷയും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസംഗമായിരിക്കുമോ അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് അറിയേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ തന്നെ കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും എല്ലാം ഒറ്റ ഡീലാണ്. പിന്നീട് ആ ഒരു ഡീല് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇവിടെ പ്രധാനമന്ത്രിയും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത. നേരത്തെ തന്നെ കോൺഗ്രസ് പാലക്കാട് CPM-ഉം BJP-യും ഡീലാണെന്ന ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത് എല്ലാ പ്രചരണത്തിലും ഇവർ നടത്തുന്നുമുണ്ട്. അതിനൊക്കെയുള്ള ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നാണെങ്കിലും BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ വലിയ ആവേശമാണ് നൽകുക. അവരുടെ ഒരു ശക്തി പ്രകടനമായിട്ട് പ്രധാനമന്ത്രിയുടെ ചടങ്ങ് മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും BJP നേതൃത്വം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി പാലക്കാടെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മടങ്ങുന്നതോടെ പ്രചരണം അതിന്റെ അടുത്ത ലെവലിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ BJP പ്രവർത്തകർ സംശയമില്ല. അങ്ങനെ ഈ ഒരു ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം കരുത്തു നൽകുന്നതാകും എന്ന കണക്കൂട്ടൽ തന്നെയാണ് BJPക്കുള്ളത്. അനുമോദ്, അതുപോലെ തന്നെ ഈ പ്രചാരണം ഇപ്പോൾ മോദി എത്തുന്നതോടുകൂടി ഒരു 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് മോദി എത്തുമ്പോൾ അത് മറ്റ് എതിർ പാർട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളി, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളി, അത് എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും പാലക്കാട് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മോദി എത്തുമ്പോൾ? തീർച്ചയായും പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വിമർശനങ്ങൾ, അതിന്റെ മറുപടികളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിറയുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി ഇന്ന് പാലക്കാട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിലെ ഗതി നിർണ്ണയിക്കുന്നവരാണ് സാധ്യത. നേരത്തെ ഇടതുപക്ഷവും അതേപോലെ കോൺഗ്രസും ഒക്കെ പരസ്പരം ഉന്നയിക്കുന്ന ഡീലിന്റെ ഒരു മറുവശം, അത് BJPയുടെ ഏറ്റവും ഉന്നതനായ നേതാവായ നരേന്ദ്രമോദി തന്നെ അത് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് എല്ലാവരും മറുപടി പറയാൻ ബാധ്യസ്ഥനാവുന്ന ഒരു സാഹചര്യം തീർക്കുകയാണ് ചെയ്യുക. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ, അതുപോലെ തന്നെ VD സതീശനാകട്ടെ, ഇവരൊക്കെ തന്നെ ഈ ഒരു പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ട സാഹചര്യം വരും. മാത്രമല്ല പല ഇടങ്ങളിലും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒരുപക്ഷെ മഞ്ചേശ്വരത്ത് ഇടതുപക്ഷവും അതേപോലെ തന്നെ UDF-ഉം എല്ലാം BJPക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതും SDPഐയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി എല്ലാം UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതും ഒക്കെ ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അതിനൊക്കെ ആ കാര്യങ്ങളും ആ സാഹചര്യങ്ങളും ഒക്കെ
അടിസ്ഥാനമാക്കിയിട്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന വ്യാപകമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പുതിയ ചർച്ചകൾക്കും പുതിയ വിശദീകരണങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നരേന്ദ്രമോദിയുടെ വാക്കുകൾ അത് എന്ത് തന്നെയാണെങ്കിലും BJP അത് മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ അജണ്ടയാകും. ആ അജണ്ടയ്ക്ക് മറുപടി പറയുക എന്നതിന് ബാധ്യസ്ഥരാകും കോൺഗ്രസും ഇടതുപക്ഷവും ഈ സാഹചര്യത്തിൽ നിന്ന് സംശയമില്ല. കാരണം നരേന്ദ്രമോദി പറയുമ്പോൾ അതിന്റെ മറുപടി അത് എല്ലാവരും പറയാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഈ ഘട്ടത്തിൽ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുക, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളായിരിക്കും നടക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നിലവിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പാലക്കാടുള്ള പ്രതീക്ഷകൾ അത് വളരെ കുറവാണ് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. പക്ഷേ അതിനപ്പുറം നിലവിലെ UDFനെതിരെ നിലവിലെ അവിടുത്തെ സാഹചര്യങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്ക് വലിയ തോതിൽ തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതുപോലെ ഇപ്പോഴത്തെ കൗൺസിലർ വിഷയം, ഇതൊക്കെ തന്നെ സ്ത്രീകൾക്കെതിരായ ആക്രമണം അത് പതിവാകുന്ന തരത്തിലൊരു സാഹചര്യമാകും. അങ്ങനെ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് അതിനെതിരെയുള്ള ഒരു പ്രസ്താവനകളായിരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടാവുക. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രസ്താവനകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഡീൽ ആരോപണങ്ങൾക്കെതിരായിട്ടുള്ള മറുപടികൾ ഉണ്ടാകാം. അതിന് പുറമെ മറ്റെന്തെല്ലാം ആരോപണങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും നിർണായക ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉന്നയിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും രാഷ്ട്രീയ കേരളം നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അനുശ്രീ. ശരി, CV അനുമോദാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ എന്ന് പറയുന്നത് BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടേക്ക് ഇപ്പോൾ മോദി കൂടി എത്തുകയാണ്. പ്രചാരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? മോദി എത്തുമ്പോൾ ഉണ്ടാകുന്ന തൃശ്ശൂരിന്റെ ഒരു മാറ്റം അതെങ്ങനെയായിരിക്കും? ശ്രീ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റൗണ്ടിലാണ്. ഇവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പോലീസ് സേനയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് ചുറ്റുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം 4:15 കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുക. പാലക്കാട് കഴിഞ്ഞ ശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക. എന്തായാലും ഇവിടെ എത്തിയ ശേഷമായിരിക്കും അദ്ദേഹം ആശുപത്രി റോഡിൽ നിന്നും 900 മീറ്റർ ദൂരത്താണ് വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റോഡ് ഷോ കൂടി ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിന്റെ വലിയൊരു പൊളിറ്റിക്കൽ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ആദ്യമായി BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട് BJPക്ക് വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ളത്. തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയുടെ വലിയ BJPയെ സ്വാധീന ശക്തിയാകുന്ന വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നൊരു വിശ്വാസം കൂടി BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തൃശ്ശൂരിനെ അഭിസംബോധന ചെയ്യുക. തൃശ്ശൂരിലെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.